ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിന്റെ സിമ്പലും അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിന്റെ ഡിഫറെന്റ് റീജിയൻസിനെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന്. അപ്പോൾ അതിൽ 2 ജംഗ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇതിനെങ്ങനെ നമുക്ക് ബയാസിംഗ് ചെയ്യാം എന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത്. ബയാസിംഗ് എ ട്രാൻസിസ്റ്റർ ഓർ ട്രാൻസിസ്റ്റർ ബയാസിംഗ്. അപ്പോൾ അതിൽ നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ ആ ഒരു എമിറ്റർ റീജിയൻ, കളക്ടർ റീജിയൻ, അതിന്റെ ബേസ്, ഇതിന്റെ എല്ലാം പർപ്പസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ നമുക്ക് മെജോറിറ്റി കാരിയർസിനെ എമിറ്റ് ചെയ്യുന്ന റീജിയനാണ് എമിറ്റേഴ്സ് എന്ന് പറയുന്നത്. കുറച്ച് സെക്ഷൻ ബേസിൽ കളക്ട് ചെയ്യും, ബാക്കി എന്ത് ചെയ്യും, മെജോറിറ്റി ഭാഗവും എവിടെയാണ് കളക്ട് ചെയ്യുന്നത്, നമ്മുടെ കളക്ടർ റീജിയനാണ് എന്ത് ചെയ്യുന്നതിനെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു വിധത്തിൽ മനസ്സിൽ വെച്ചേക്കുക. ദെൻ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഈ ബയാസിംഗ് സ്റ്റേറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്ററിനെ സർക്യൂട്ട് ഒരു ബാറ്ററി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മെത്തേഡ് ഓഫ് കണക്ടിങ് എ ട്രാൻസിസ്റ്റർ ടു ദ സർക്യൂട്ട്. ഓക്കെ, ഒരു സർക്യൂട്ടുമായിട്ട്, അതിന് സർക്യൂട്ട് അല്ല, ബാറ്ററി സോഴ്സുമായിട്ട്, വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയാസിംഗ് എന്ന് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ ബയാസിംഗ് നമുക്ക് പല രീതിയിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം നമുക്കിതിലിപ്പോ എമിറ്റർ ജംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, എമിറ്റർ ബേസ് ജംഗ്ഷൻ, കളക്ടർ ബേസ് ജംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിഫറന്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ബയാസിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിലെ ഓരോ റീജിയൻസ് എങ്ങനെ ബയാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടിന്റെ ആ കോമ്പിനേഷൻ എങ്ങനെ വരുന്നു എന്ന രീതി വെച്ചിട്ട് നമുക്ക് അവിടെ ഇത് ഡിഫറെന്റ് റീജിയൻസ് ആണ് നമുക്കവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഈ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഇതിൽ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെയായിരിക്കും? ദേ ഇതിപ്പോ ഒരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ട്രാൻസിസ്റ്റർ നമുക്ക് 3 റീജിയൻസ് വരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതൊരു പി റീജിയൻ, ഇത് പി റീജിയൻ, ഇത് എൻ റീജിയൻ ആൻഡ് ഇത് പി റീജിയൻ. അപ്പോൾ ഒരു എൻ-പി-എൻ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ച് അതിന് 3 റീജിയൻസ് വരുന്നു. പി, എൻ, പി എന്ന രീതിയിൽ. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഇതിന് ഞാനിപ്പോ എമിറ്റർ ആയിട്ടും, ഇത് എമിറ്റർ എന്ന് പറയുന്നു, ഇത് ബേസ് എന്ന് പറയുന്നു, ഇത് കളക്ടർ എന്ന് പറയുന്നു. ഓക്കെ. ഇവിടെ ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഒരു ജംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണ്. ഓക്കെ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണ്. തൊട്ടടുത്ത് വരുന്ന ജംഗ്ഷൻ ഏതാണ്? തൊട്ടടുത്ത് വരുന്ന ജംഗ്ഷൻ കളക്ടർ ബേസ് ജംഗ്ഷൻ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അവിടെ ഓരോ ജംഗ്ഷൻ നോക്കുന്ന സമയത്തും അത് എന്ത് തന്നെയാണ്? നമ്മുടെ ഓരോ പി-എൻ ജംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ആ ഓരോ ജംഗ്ഷൻസ് നോക്കുന്ന സമയത്ത് അതെന്താണ്? അതവിടെ നമുക്ക് ജസ്റ്റ് ജംഗ്ഷൻസ് ആണ്. ഓക്കെ, ഓരോ ജംഗ്ഷൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതൊരു ജംഗ്ഷൻ ആണ്, ഇത് മറ്റൊരു ജംഗ്ഷൻ ആണ്. അപ്പൊ ഇതില് ഈ ഒരു റീജിയനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാത്രം ഒരു ഫോർവേഡ് ബയാസിംഗിലാക്കാൻ പറ്റും. കണ്ടോ? കാരണം ഇവിടെ ഇപ്പോൾ ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവും ഇവിടെ ഞാൻ നെഗറ്റീവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായി മാറി? ഫോർവേഡ് ബയാസിംഗ് ആയിട്ട് മാറി. ഓക്കെ, ഇത് ഫോർവേഡ് ബയാസിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അടുത്ത് ഞാൻ ദേ ഇവിടെ ഇപ്പോൾ ബാറ്ററി സോഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇതിപ്പോൾ ബാറ്ററി സോഴ്സ് തിരിച്ച് കണക്ട് ചെയ്യാൻ വെച്ചോളൂ. ഇത് N ആണ്. എന്നിന്റെ അവിടെ ഞാൻ പോസിറ്റീവും ഇവിടെ ഞാൻ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? ഇത് ഇവിടെ ഇപ്പോ റിവേഴ്സ് ബയാസിംഗ് മാറി. മനസ്സിലായോ? ഇത് ഫോർവേഡ് ബയാസിംഗും ഇതിപ്പോ റിവേഴ്സ് ബയാസിംഗും. എങ്ങനെയാണ് വന്നത്? കാരണം ഇത് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയാൻ കാരണം ഇതെന്ത് സംഭവിച്ചു? ഇതിന്റെ ഈ ഒരു ടെർമിനല് നമ്മൾ ബാറ്ററി പി റീജിയൻ നമ്മൾ ബാറ്ററി സോഴ്സിന്റെ പോസിറ്റീവുമായിട്ടും എൻ റീജിയൻ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ എന്തായിട്ട് മാറി? ഫോർവേഡ് ബയാസിംഗ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇനി ഇതിൽ നമ്മുടെ എൻ റീജിയൻ ആണ്. എൻ റീജിയൻ ബാറ്ററിയുടെ പോസിറ്റീവും ഇതിന് ഞാൻ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? അതവിടെ റിവേഴ്സ് ബയാസിംഗ് ആയി. ഇനി വേണമെങ്കിൽ എനിക്ക് തിരിച്ച് വരയ്ക്കാം. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇതിനിപ്പോൾ എനിക്ക് ഫോർവേഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതെങ്ങനെ കണക്ട് ചെയ്താൽ മതി? എന്തായിട്ട് മാറും? ഈ റീജിയൻ ഇപ്പോൾ എന്തായിട്ട് മാറി? ഫോർവേഡ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിനെ അതിന്റെ ബാറ്ററി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയാസിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ആക്കാം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ആക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്റർ അവിടെ ആക്റ്റീവ് മോഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്യും. ദെൻ അത് നമ്മുടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിംഗും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിംഗ് ആയാൽ രണ്ടുപേരും ഫോർവേഡ് ബയാസിംഗിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് സാച്ചുറേഷൻ റീജിയൻ നമ്മൾ അതിനെ പറയും. ഓക്കെ, എന്തെന്നറിയപ്പെടുന്നത്? സാച്ചുറേഷൻ റീജിയൻ എന്നറിയപ്പെടുന്നത്. ഇനി എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിംഗ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിംഗ് ആണ് വരുന്നെങ്കിൽ നമുക്ക് അതിനെ എന്തറിയപ്പെടാം? ദാറ്റ് ഈസ് കോൾഡ് കട്ട് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, അല്ലെങ്കിൽ കട്ട് ഓഫ് മോഡിലാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ,
അപ്പൊ ഇത് ഈ ട്രാൻസിസ്റ്റേഴ്സ് ഡിഫറന്റ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ആംപ്ലിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, സ്വിച്ചസ് ആയിട്ട് യൂസ് ചെയ്യാം, ടൈമിംഗ് അങ്ങനെ പല രീതി നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇതില് നമുക്ക് ഈ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ബയാസിംഗ് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡിഫറന്റ് ആയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അതായത് ഡിഫറന്റ് യൂസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അതായത് നമുക്ക് ഇപ്പോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും മറ്റേ റിവേഴ്സും ആയി കഴിഞ്ഞാൽ ആക്റ്റീവ് മോഡിൽ ആക്ട് ചെയ്യും. ദെൻ നമുക്ക് ആക്റ്റീവ് മോഡ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ ആംപ്ലിഫയർ സർക്യൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഞാനിവിടെ പറയുന്നുണ്ട്. ആംപ്ലിഫയേഴ്സ് ഈസ് ദ മോസ്റ്റ് കോമൺ യൂസ് ഓഫ് BJT. The transistor bias for active mode operation is shown in the figure. That is emitter base junction is forward biased and collector base junction is reverse biased. ഓക്കെ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്റ്റീവ് മോഡിൽ യൂസ് ചെയ്യാം. ആക്റ്റീവ് മോഡിലാണ് ഇത് എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ട്രാൻസിസ്റ്റേഴ്സ് അതായത് നമുക്കിപ്പോൾ ആംപ്ലിഫയർ നിർമ്മിക്കാൻ ഇന്ന ട്രാൻസിസ്റ്റർ, സ്വിച്ച് നിർമ്മിക്കാൻ ഇന്ന ട്രാൻസിസ്റ്റർ അങ്ങനെയില്ല. നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആംപ്ലിഫയർ ആയിട്ടും ചില സമയത്ത് സ്വിച്ച് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അതില് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ കറന്റ് ഫ്ലോ കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ അത് വിച്ച് വിൽ ആക്ട് ആസ് എൻ ആക്റ്റീവ് റീജിയൻ ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ആംപ്ലിഫയർ. ഇനി ഇത് ഫോർവേഡും EB ജംഗ്ഷൻ ഫോർവേഡും CB ജംഗ്ഷൻ ഫോർവേഡ് ആണെങ്കിൽ സാച്ചുറേഷൻ ആയിരിക്കും. അതവിടെ ഓൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ആണെങ്കിൽ അതവിടെ ഓഫ് സ്വിച്ച് ആയിട്ട് എന്ത് ചെയ്യും? അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അതിൽ വരുന്ന ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടി വരുന്നത് ട്രാൻസിസ്റ്റർ ബയാസിംഗ്. നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ബയാസിംഗ് എന്ന് പറയുന്നില്ല, എന്നാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇതില് ആ ഒരു വർക്കിംഗ് പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഈ ബയാസിംഗ് കൂടെ അവിടെ എന്ത് ഇൻക്ലൂഡ് ചെയ്താലേ നമുക്ക് അതിന്റെ വർക്കിംഗ് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ബയാസിംഗ് സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ? ട്രാൻസിസ്റ്റർ ബയാസിംഗ് ഇതിപ്പോ PNB ആണെങ്കിൽ ഇതിപ്പോ ഫോർവേഡ് ബയാസിംഗ് അല്ല. കാരണം പോസിറ്റീവ് ടു ദ P റീജിയൻ ആൻഡ് നെഗറ്റീവ് ടു ദ N റീജിയൻ. ഹിയർ ദ പോസിറ്റീവ് ടു ദ N റീജിയൻ ആൻഡ് നെഗറ്റീവ് ടു ദ P റീജിയൻ. സോ ദിസ് ഈസ് ഇൻ ഫോർവേഡ് ഇറ്റ് ഈസ് ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, ആക്റ്റീവ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് എപ്പോഴും ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. എന്നാലേ അത് എന്ത് ചെയ്യൂ? ആക്റ്റീവ് റീജിയനിൽ ആക്ട് ചെയ്യുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് അത് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ആംപ്ലിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ PNPയുടെ കേസാണ്. ഇനി NPN വരുമ്പോഴും പറയുന്നത് സെയിം തന്നെയാണ്, പക്ഷെ തിരിച്ച് നമ്മൾ എടുക്കേണ്ടി വരും. കണ്ടോ? ഇവിടെ N റീജിയന്റെ അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു. P റീജിയൻ അവിടെ പോസിറ്റീവ് കൊടുക്കുന്നു. സോ ഇവിടെ എന്ത് വരും? തിരിച്ചു വരും. P റീജിയനോടെ നെഗറ്റീവും N റീജിയനോടെ പോസിറ്റീവും. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും PNPയുടെയും NPNന്റെയും ആ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ ഒരു ട്രാൻസിസ്റ്ററിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുന്ന IE, IB, IC ആണ്. ഓക്കെ. ഒരു ട്രാൻസിസ്റ്ററിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അത് എമിറ്റർ കറണ്ട് IE ആണ്. കളക്ടർ കറണ്ട് IB ആണ്. ആൻഡ് അതുപോലെ തന്നെ ബേസ് കറണ്ട് IB ആണ്. അതുപോലെ തന്നെ കളക്ടർ കറണ്ട് എന്തായിരിക്കും? അതവിടെ IC ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് IE വരുന്നുണ്ട്, IB വരുന്നുണ്ട്, IC വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ 3 കറണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ട്രാൻസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഡയറക്ഷൻസ് നോക്കി വെച്ചേക്കാം. ഈ ഫിഗർ ഇവിടെ വരയ്ക്കേണ്ട അറിഞ്ഞിരിക്കാം ഒന്ന്. നമ്മുടെ ആ ഒരു എന്താ ബയാസിംഗ് സ്റ്റേജ് ചോദിക്കുവാണെങ്കിൽ. ഓക്കെ. ട്രാൻസിസ്റ്റർ വർക്കിംഗ് നമുക്ക് ബയാസിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് നമുക്കിവിടെ നോക്കാം. ഓക്കെ, വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ. നമുക്ക് ഈ ബയാസിംഗ് ചെയ്യാൻ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്കിംഗ് അവിടെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ട്രാൻസിസ്റ്ററെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പൊ അതില് PNPയുടെ വർക്കിംഗ് നോക്കണം. അതുപോലെ തന്നെ NPNന്റെ വർക്കിംഗ് നമ്മൾ അവിടെ നോക്കണം. ഓക്കെ, രണ്ടും സെയിം തന്നെ. പക്ഷെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് വരുന്നതിന്റെ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്താണ് സെയിം തന്നെയായിട്ടാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു NPN ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്ത് നോക്കാം. The NPN transistor, the emitter is connected to the negative terminal of the battery and for making the forward bias, and the collector terminal is connected to the positive terminal of the battery. Okay. Emitter NPN transistor ഇതിപ്പോ NPN ആണ്. NPN ട്രാൻസിസ്റ്ററിൽ N നമ്മുടെ ആ ഒരു എമിറ്റർ റീജിയൻ എന്ത് ചെയ്യുന്നു? നെഗറ്റീവിൽ കണക്ട് ചെയ്യുന്നു. കളക്ടർ റീജിയൻ എന്ത് ചെയ്യുന്നു? പോസിറ്റീവിലും കണക്ട് ചെയ്യുന്നു. ആ ഒരു സമയത്ത് അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ആ ഫോർവേഡ് ബയാസിംഗിൽ, അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിംഗും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിംഗും എന്ത് ചെയ്തോളും? അതവിടെ ആക്ട് ചെയ്തോളും. ഓക്കെ. That is for making forward bias and the collector is region connected to the positive of the battery for making reverse bias. Okay. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എമിറ്ററിൽ കൂടി IE എന്ന് പറയുന്ന ഒരു കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. IE is the current that is flowing through the emitter terminal of the transistor and IB is the current that is flowing through the base and IC is the current flowing through the collector. Okay, മൂന്ന് കാര്യങ്ങൾ മനസ്സിലായല്ലോ. IE എമിറ്റർ കറണ്ട് ആണ്, IB ബേസ് കറണ്ട് ആണ്, IC എന്താണ്? കളക്ടർ കറണ്ട് ആണ്. ഇത്രയും കറണ്ട് ആണ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ.
അപ്പൊ ഇത് നമ്മളെ നോർമലി നമ്മുടെ പി-എൻ ജംഗ്ഷൻ പോലെ എന്താണ് ഒരു ജംഗ്ഷൻ തന്നെയാണ്. ഓക്കെ. അപ്പൊ അവിടെ ഡിപ്ലീഷൻ ലെയേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതവിടെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അതെല്ലാം അതുപോലത്തെ പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ഒരു എൻ ടൈപ്പ് എമിറ്റർ ആണെങ്കില് മെജോറിറ്റി കാരിയേഴ്സ് എന്തായിരിക്കും? മെജോറിറ്റി കാരിയേഴ്സ് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ. ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ എമിറ്റർ റീജിയനിൽ സപ്ലൈ ചെയ്ത വോൾട്ടേജ് ഞാൻ വിഇ എന്നാണ് പറയുന്നത്. ആൻഡ് കളക്ടർ റീജിയനിൽ സപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിന് ഞാൻ വിസിസി എന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? വിഇഇ ആൻഡ് വിസിസി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് എഴുതല്ല. അത് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. സോ എമിറ്ററിൽ വരുന്നത് നമ്മുടെ വിഇഇ ആണ്. ഇവിടെ വരുന്നത് വിസിസി ആണ്. ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് വിഇബി അതായത് എമിറ്റർ ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് വിഇബി മീൻസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ വോൾട്ടേജ് ആണ്. ഓക്കെ. വിഇബി ആണ്. അടുത്ത ഇവിടെ എന്തായിരിക്കും? വിസിബി ആണ്. ഓക്കെ. അപ്പോൾ 2 ജംഗ്ഷൻ വോൾട്ടേജസ് ആണ് വിഇബി ആൻഡ് വിസിബി ആണ് നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വിഇയുടെ നമുക്കവിടെ നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ഓൾറെഡി അത് എന്ത് തന്നെയാണ്? നമുക്കത് നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ആയി വരുന്ന സമയത്ത് സോ അതിന്റെ വാല്യൂ എന്ത് കിട്ടും? അല്ലെങ്കിൽ വാല്യൂ എന്നല്ല അവിടെ ആ ഒരു മെജോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ. ദാറ്റ് ഈസ് ദ വിഇ റിപ്പൽസ് ദ ഇലക്ട്രോൺസ് ഓഫ് ദ എമിറ്റർ റീജിയൻ ആൻഡ് ദ പോസിറ്റീവ് റീജിയൻ. ഓക്കെ. എന്ത് ചെയ്യും? അങ്ങോട്ട് റിപ്പൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ. ഇങ്ങോട്ട് ഒരു റിപ്പൽഷൻ വരും. കാരണം എന്താണ്? സെയിം പൊളാരിറ്റി ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യും? ഒരു റിപ്പൾസീവ് എഫക്റ്റ് വരാം. ഓക്കെ. ആൻഡ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി വിസിസി അട്രാക്ട് ദ ഇലക്ട്രോൺ ബൈ ദ എമിറ്റർ. ഓക്കെ. അതായത് എമിറ്റർ റീജിയൻ ഇതാണ് നമ്മളെ എമിറ്റർ റീജിയൻസ് മെജോറിറ്റി കാരിയേഴ്സിനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് നമ്മുടെ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ഈ മെജോറിറ്റി കാരിയേഴ്സിനെ ആര് അട്രാക്ട് ചെയ്യണം? കളക്ടർ അട്രാക്ട് ചെയ്യണം. ഓക്കെ. മനസ്സിലായ പ്രോസസ്സ്? എമിറ്റർ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ആര് അക്സെപ്റ്റ് ചെയ്യണം? നമ്മളവിടുത്തെ കളക്ടർ അക്സെപ്റ്റ് ചെയ്യണം. കാരണം കളക്ടറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ? കളക്ടർ അവിടെ ഫോർവേഡ് ബയാസിംഗിലാണ് നിൽക്കുന്നത്. അതായത് കളക്ടർ റീജിയൻ അവിടെ നമുക്ക് ഫോർവേഡ് മീൻസ് സോറി ഫോർവേഡ് എന്നല്ല. അവിടെ അവരുടെ ആ ഒരു റീജിയനിൽ എൻ റീജിയനിൽ അവിടെ പോസിറ്റീവ് പൊളാരിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? വിസിസിയുടെ പോസിറ്റീവ് സൈഡ് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ആര് അട്രാക്ട് ചെയ്യും? നമ്മുടെ കളക്ടർ അട്രാക്ട് ചെയ്യും. ഓക്കെ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറയാം ദ എമിറ്റർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ബാരിയർ അറ്റ് ദ ജംഗ്ഷൻ ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ. അവിടെ എന്ത് ചെയ്യും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യും? അവിടെ reduce the same and the electrons supplied by emitter start moving towards the base. Okay. അങ്ങനെ ആ ഒരു അട്രാക്ഷൻ കാരണം ആ ഒരു അട്രാക്ഷൻ കാരണം ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ബേസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു എമിറ്ററിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ശ്രദ്ധിക്കുക. എമിറ്ററിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എമിറ്ററിൽ നിന്ന് മൂവ് ചെയ്ത് ബേസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്താണ് ഇലക്ട്രോണിന്റെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ഇലക്ട്രോണിന്റെ ഫ്ലോയെ നമ്മൾ പറയുന്ന പേരാണ് കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഐഇ എന്ന് പറയുന്ന ഒരു എമിറ്റർ കറന്റ് എന്ത് ചെയ്യുന്നു? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദ മൂവ്മെന്റ് ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ. ഇലക്ട്രോൺ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? അതിന്റെ ഓപ്പോസിറ്റ് ആണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഐഇ എന്ന് പറയുന്ന ഒരു എമിറ്റർ കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എമിറ്റർ റീജിയൻ എന്താണ്? വളരെ തിൻ ആണ്. ഓക്കെ. അല്ലെങ്കിൽ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ അതില് കുറച്ച് ഇലക്ട്രോൺസ് ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺസിൽ കുറച്ച് എന്ത് ചെയ്യും? നമ്മുടെ ഈ ബേസിൽ ഇരിക്കുന്ന നമ്മുടെ ഹോൾസുമായിട്ട് റീകോമ്പിനേഷൻ ചെയ്യും. ഓക്കെ. അപ്പോൾ അവിടെ ദാറ്റ് ഈസ് ശ്രദ്ധിക്കുക. ആസ് ദ ബേസ് റീജിയൻ ഈസ് വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ഓൺലി സം ഓഫ് ദ ഇലക്ട്രോൺസ് എമിറ്റഡ് ബൈ ദ എമിറ്റർ റീകോമ്പൈൻ വിത്ത് ദ ഹോൾസ്. ഓക്കെ. ഹോൾസുമായിട്ട് റീകോമ്പൈൻ ചെയ്യുന്നു. വിച്ച് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ ദ റീജിയൻ. ഓക്കെ. അതായത് നമ്മുടെ എമിറ്റർ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. എമിറ്റ് ചെയ്ത് ശരിക്കും ഇങ്ങനെ കളക്ടറിൽ എത്തണം. പക്ഷേ കളക്ടറിൽ എത്തുന്ന സമയത്ത് ഇടയ്ക്ക് ആരുണ്ട്? ബാരിയർ കുറച്ച് റീജിയനിൽ ബേസ് ഉണ്ട്. ബേസ് എന്ത് ചെയ്യും? കുറച്ച് പേരെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. ഞാൻ കുറച്ച് പേരെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ച് പേര് അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് പേര് അടുത്ത ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഓക്കെ. റീകമ്പൈൻ ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഒരു റീകോമ്പിനേഷൻ നടക്കുന്നതുകൊണ്ട് മാത്രമായിട്ട് അവിടെ ചെറുതായിട്ടൊരു ബേസ് കറന്റ് ഫോം ചെയ്യും. അതാണ് ഐബി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഐബി കമ്പാരിറ്റീവ്ലി ഐയെക്കാട്ടിയും കുറവാണ്. ഓക്കെ. അങ്ങനെ എന്ത് സംഭവിച്ചു? നമ്മുടെ ഐബി ബേസ് കറന്റ് അവിടെ ഫോം ചെയ്തു. Then the injected majority carriers from the emitter to the base become minority carriers in the base region. Okay. Then ബാക്കി നിന്നോട് minority carriers ആയിട്ട് മാറുന്നു. This minority carrier can drift to the reverse biased collector base junction and reach the collector region and cons to the collector current. Okay. അവിടെ നിന്ന് ബാക്കി വരുന്നവരുണ്ടല്ലോ റീകോമ്പിനേഷൻ നടക്കാതെ. ഈ റീകോമ്പിനേഷൻ നടക്കാതെ വരുന്ന ബാക്കിയുള്ള
മാഗ്നറ്റിക് അയേഴ്സ് എന്ത് ചെയ്യും? നേരെ നമ്മുടെ കളക്ടർ റീജിയനിലോട്ട് മൂവ് ചെയ്ത് പോകും. ഓക്കെ. കളക്ടർ റീജിയനിലോട്ട് മൂവ് ചെയ്ത് പോകുന്നു. അങ്ങനെ അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു കളക്ടർ കറന്റ് എന്ത് ചെയ്യുന്നു? അവിടെ ഫോം ചെയ്യുന്നു. അതാണ് ഐസി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി അവിടെ കറന്റ് സപ്ലൈ ചെയ്യുന്ന ആരാണ്? നമ്മുടെ എമിറ്റർ ആണ്. ഓക്കെ. എമിറ്റർ കറന്റ് രണ്ടായിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഐബി എന്നും ഐസി എന്നും. ഓക്കെ. സോ ദ എമിറ്റർ കറന്റ് ഐഇ ഈസ് ഈക്വൽ ടു ഐബി പ്ലസ് ഐസി ആണ്. ഓക്കെ. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഐ ഈസ് ഈക്വൽ ടു ഐബി പ്ലസ് ഐസി ആണെന്ന് പറയാൻ സാധിക്കും. അതെന്താ സംഭവിക്കുന്നത്? നമ്മൾ അവിടുന്ന് കറന്റ് ഫ്ലോ നടക്കുന്നു. ഓക്കെ. ആ ഒരു കറന്റ് ഫ്ലോ നടക്കുന്നു. കറന്റ് ഫ്ലോ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഐബി കുറച്ച്, അതായത് നമ്മുടെ ബേസ് റീജിയൻ കുറച്ച് മെജോറിറ്റി കറന്റ്സിനെ അക്സെപ്റ്റ് ചെയ്യും. ആ അക്സെപ്റ്റ് ചെയ്യുന്ന കാരണം അവിടെ കൂടി ഒരു ബേസ് കറന്റ് ഫ്ലോ ചെയ്യുന്നു. അതാണ് ഐബി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുന്നു? കുറച്ച് ബാക്കി വരുന്നവര് ഐസി നമ്മുടെ കളക്ടർ റീജിയനിലോട്ട് പോകും. അതവിടെ എന്തായിട്ട് മാറുന്നു? കളക്ടർ കറന്റ് ആയിട്ട് മാറുന്നു. അതാണ് ഐസി എന്ന് പറയുന്നത്. സോ ദ ടോട്ടൽ കറന്റ് ഐ ഈസ് ഈക്വൽ ടു ഐബി പ്ലസ് ഐസി. ഓക്കെ. ഐബി പ്ലസ് ഐസി ആണ് നമുക്ക് ഇതിൽ വരുന്ന ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫറിന്റെ ഒരു വർക്കിംഗ് എന്ന് നമുക്കതിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ. വർക്കിംഗ് ഓഫ് എ എൻ പി എൻ ട്രാൻസിസ്റ്റർ. ഓക്കെ. വർക്കിംഗ് ചോയ്സ് ഇത്ര എഴുതിയാൽ മതിയാവും. ഈ ഫിഗർ വരയ്ക്കുക. ദെൻ ആ ഒരു രീതിയിൽ ബയാസിങ് കറക്റ്റ് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക? ആ ഒരു കറക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ നമുക്ക് ഈ ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നു. ഈ കറണ്ട് ഫ്ലോ നടക്കുന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് അവിടെ ആംപ്ലിഫിക്കേഷൻ പ്രോസസ് അതിൽ വരും. ഓക്കെ. അതായത് മെജോറിറ്റി ക്യാരറ്റ്സ് ഒക്കെ അതിൽ വരും. സോ അങ്ങനെ എന്ത് ചെയ്യും? അവിടെ ഒരു ആംപ്ലിഫയർ സ്റ്റേറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും. ഓക്കെ. ആംപ്ലിഫയർ സ്റ്റേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് ഉണ്ട്. ആ കോൺഫിഗറേഷൻസ് അനുസരിച്ചിരിക്കും നമ്മൾ അതിൽ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതില് നമ്മളിപ്പോ പിഎൻപിയുടെ കേസ് പറഞ്ഞു. ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? എൻപിഎന്റെ വർക്കിംഗ് നമുക്ക് അതിൽ പറയണം. ഓക്കെ. എൻപിഎൻ. അപ്പൊ എൻപിഎൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ പൊളാരിറ്റീസ് നമ്മളിവിടെ ചേഞ്ച് കൊടുത്താൽ മതി. ഓക്കെ. അതിൽ പിന്നീട് വരുമ്പോ ഇവിടെ കണ്ടോ? നമ്മുടെ എന്ത് ചെയ്യും? ഇപ്പോ പിഎൻപി ആവുന്ന സമയത്ത് എൻപിഎൻ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് പിഎൻപി അല്ലേ? പിഎൻപി. ഓക്കെ. പിഎൻപി ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പിഎൻപി ആവുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യും. കാരണം വിഇഇ എമിറ്റർ റീജിയൻ ഫോർവേഡ് ബയാസിംഗ് ആക്കണം. സോ ബാറ്ററി നമ്മുടെ പോസിറ്റീവ് ആയതുകൊണ്ട് പി റീജിയനിൽ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു. എൻ റീജിയനിൽ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ അതിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഇവിടെ റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ വരണം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ അപ്പോൾ ഇതില് നമുക്കറിയാം മെജോറിറ്റി ക്യാരറ്റ്സ് ആരാണ്? ഹോൾസ് ആണ്. ഓക്കെ. അപ്പോൾ ഹോൾസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ. ഹോൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഹോൾസ് മൂവ് ചെയ്യും. ഹോൾസ് മൂവ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ബേസ് റീജിയനിൽ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസിൽ കുറച്ച് കോമ്പിനേഷൻ ചെയ്യും. ബാക്കി എന്ത് ചെയ്യും? നമ്മുടെ കളക്ടർ റീജിയനിലോട്ട് പോകും. ഓക്കെ. അപ്പോൾ ഡ്യൂറിംഗ് ദ മോഷൻ ഫ്രം എമിറ്റർ ടു കളക്ടർ, ദ ഹോൾസ് വിൽ പാസ് ത്രൂ ദ ബേസ് റീജിയൻ വേർ സം ഓഫ് ദ ഹോൾസ് മേ recombine with the electron. Okay, a very small percentage of the holes emitted by the emitter recombine with electrons in the base region, and this constitutes the base current IB. Okay, rest of the hole are able to reach the collector, which produce the collector current IC. Okay. അപ്പൊ അങ്ങനെ ഐഇയും ഐബിയും ഐസി എന്ത് ചെയ്യുന്നു? ഇവിടെ ഫോം ചെയ്യുന്നു. വ്യത്യാസം ഒന്നുമില്ല. അതിന്റെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കതില് നേരത്തെ ഇവിടുന്ന് ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്ത് ഇവിടെ എന്ത് വരുന്നു? ഹോൾസ് ആണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്ത് പോകുന്നത്. ആൻഡ് ഇവിടെ ഇതിന്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത്. സോ ഹോൾസിനെ എന്ത് ചെയ്യും? അതവിടെ അട്രാക്ട് ചെയ്യും. ഓക്കെ. നമുക്കറിയാലോ പി മെറ്റീരിയൽ മീൻസ് അവിടെ ഹോൾസ് ആണ് കൂടുതൽ. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ അനാലിസിസ് നമുക്കതിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പി എൻ ടൈപ്പ് പിഎൻപിയും എൻപിഎൻ ട്രാൻസിസ്റ്റേഴ്സും അതിൽ വർക്ക് ചെയ്ത് വരുന്നത്. ഇനി ഇതിൽ നോക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സിന്റെ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ ഇതും ഒന്ന് ബേസ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഫണ്ടമെന്റൽ ആയിട്ട് ഒരുപാടൊന്നും അഡ്വാൻസ് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് നോക്കിയിരുന്നാൽ മതിയാവും. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിന്റെ കോൺഫിഗറേഷനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് 3 കോൺഫിഗറേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ. അതായത് കോമൺ ബേസ് കോൺഫിഗറേഷൻ സിബി കോൺഫിഗറേഷൻ, രണ്ടാമത്തത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ സിഇ കോൺഫിഗറേഷൻ, ആൻഡ് മൂന്നാമത്തത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ സിസി കോൺഫിഗറേഷൻ. ഓക്കെ. അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര കോൺഫിഗറേഷൻ വരുന്നുണ്ട്? 3 കോൺഫിഗറേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിൽ വരുന്നത്. സിബി കോൺഫിഗറേഷൻ, സിഇ കോൺഫിഗറേഷൻ, സിസി കോൺഫിഗറേഷൻ. അതായത് നമുക്കറിയാം നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് അവിടെ ആംപ്ലിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ആംപ്ലിഫയർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഇൻപുട്ട് സെക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അതിലൊരു ഔട്ട്പുട്ട് സെക്ഷൻ ഉണ്ടാവും. ഓക്കെ. ഇൻപുട്ട് സെക്ഷൻ ഉണ്ടാവും, ഔട്ട്പുട്ട് സെക്ഷൻ ഉണ്ടാവും. അറിയാലോ നമ്മളിപ്പോ ഒരു വോയിസ് ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻപുട്ട് സെക്ഷൻ ആയിരിക്കും. നമ്മുടെ ലൗഡ് സ്പീക്കർ കണക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് സെക്ഷൻ ആയിരിക്കും. ഓക്കെ. അതങ്ങനെ വെച്ചോളൂ. അപ്പൊ ഇതില് നമുക്ക് ഇവിടെ നമുക്ക് ആകെ 3 ടെർമിനൽസ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ 3 ടെർമിനൽസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൽ
ഏതെങ്കിലും ഒരു ടെർമിനൽ കോമൺ ആക്കി കഴിഞ്ഞാലേ ബാക്കി ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും എടുക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ ബേസ് കോമൺ ആക്കിക്കൊണ്ട് കളക്ടറിൽ എമിറ്ററിൽ ഇൻപുട്ടും കളക്ടറിൽ ഔട്ട്പുട്ടും എടുക്കുന്ന മെത്തേഡാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ബേസിൽ ഇൻപുട്ട് കൊടുക്കും. എമിറ്റർ അവിടെ രണ്ടിനും കോമൺ ആയിരിക്കും. ദെൻ ഔട്ട്പുട്ട് കളക്ടറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സിഇ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ. പിന്നെ കോമൺ കളക്ടർ ഉണ്ട്. കളക്ടർ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്തായിരിക്കും അവിടെ കോമൺ ആയിരിക്കും. ഓക്കെ. ദാറ്റ് ഈസ് കോമൺ ബേസ് കോൺഫിഗറേഷൻ സിബി കോൺഫിഗറേഷൻ. കണ്ടോ? ഇതിപ്പോ ബേസ് ആണ്. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ബേസ് എന്ത് ചെയ്യുന്നു? രണ്ടിനും കോമൺ ആണ്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. ഇൻപുട്ട് എവിടെ കൊടുക്കുന്നു? ഇൻപുട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ റിസീവ് ചെയ്യാം. ഇതിലിപ്പോ നമ്മൾ ജസ്റ്റ് വോൾട്ടേജ് സോഴ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻപുട്ട് സിഗ്നൽസ് കൊടുക്കാം. ഇവിടെ പറയുന്നുണ്ട് ദ ഇൻപുട്ട് സിഗ്നൽ സപ്ലൈഡ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ദ ബേസ് റീജിയൻ. ഓക്കെ. VBE emitter and base region, and the output is taken as through collector and base region. ഓക്കെ. അവിടുന്ന് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് അതിൽ വരുന്നത്. ദെൻ ഇതുപോലെ തന്നെ എന്ത് ചെയ്യും? നമുക്ക് അതിൽ സിഇ കോൺഫിഗറേഷൻ വരുന്നുണ്ട്, സിസി കോൺഫിഗറേഷൻ വരും. ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ജസ്റ്റ് ഈ കോൺഫിഗറേഷൻസ് ഉണ്ടെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ് ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കിൽ കൂടെ പറ്റത്തില്ല. കാരണം അത് സെപ്പറേറ്റ് ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മതിയാവും. ആ ഒരു കാര്യം ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നോക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് അതും നമുക്ക് വേണ്ടി വരുന്നില്ല. ജസ്റ്റ് കുറച്ച് എത്ര ടൈപ്സ് വരുന്നു എന്ന് മാത്രം ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ തൊട്ട് മുൻപേ പഠിച്ചതാണ് BJT എന്ന് പറയുന്ന ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ. അപ്പോൾ BJT മീൻസ് നമുക്ക് പറയാം എന്താണ്? ദാറ്റ് ഈസ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇനി ഈ BJT കൂടാതെ നമുക്ക് വരുന്ന വേറെ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഈ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഫെറ്റ് എന്ന് പറയും. ഓക്കെ. എന്തെന്നാ? ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തറിയപ്പെടാം? ഫെറ്റ് എന്ന് പറയാം. ഓക്കെ. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഫെറ്റ് എന്നാണ്. അപ്പോൾ എന്താണ് ഫെറ്റ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ വീണ്ടും വരുന്നുണ്ട് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സിന്. ഓക്കെ. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് മെറ്റൽ ഓക്സൈഡ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഓക്കെ. ജെഫെറ്റ് എന്നും മോസ്ഫെറ്റ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ജെഫെറ്റും മോസ്ഫെറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ജെഫെറ്റിന്റെ സർക്യൂട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജെഫെറ്റിനെ സംബന്ധിച്ച് അതിന് ഡ്രെയിൻ ഉണ്ടാവും, സോഴ്സ് ഉണ്ടാവും, ഗേറ്റ് ഉണ്ടാവും. ഓക്കെ. നമുക്ക് നേരെ നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ എമിറ്റർ ബേസ് കളക്ടർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരുന്ന എന്തൊക്കെയാണ്? ഡ്രെയിൻ വരുന്നുണ്ട്, ഗേറ്റ് വരുന്നുണ്ട്, സോഴ്സ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതില് നമുക്ക് ഈ ഒരു എൻ ചാനൽ ജെഫെറ്റ്, പി ചാനൽ ജെഫെറ്റും ഉണ്ട്. ഓക്കെ. നമ്മളുടെ കൺസ്ട്രക്ഷൻ വന്നിട്ട് നമ്മളിപ്പോ ഒരു എന്താ ഏതാണോ എടുക്കുന്നത്, ഇപ്പൊ നമുക്ക് എൻ ജെഫെറ്റ് ആണെങ്കിൽ ഒരു എൻ ബാർ എടുക്കും. അല്ലെങ്കിൽ ഒരു എൻ മെറ്റീരിയൽ സെമി കണ്ടക്ടറിന്റെ ഒരു ബാർ ഒബ്റ്റെയിൻ എടുക്കും. ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിൽ എന്ത് ചെയ്യും? അവിടെ ഈ പി റീജിയൻസ് ഇങ്ങനെ ആഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മളവിടെ എൻ ചാനൽ ജെഫെറ്റ് എന്ന് പറയുന്നത്. പി ചാനൽ ആണെങ്കിലോ പി ബാർ എടുക്കും. അതിന്റെ രണ്ട് സ്ഥലം എന്ത് ചെയ്യും? രണ്ട് എൻ ടൈപ്പ് മെറ്റീരിയൽസ് ആഡ് ചെയ്യും. ഓക്കെ. ദെൻ ഇതിനകത്ത് ഈ ഗേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൺട്രോളിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ശരിക്കും ഇത് നമ്മുടെ ഒരു ടാപ്പിന്റെ വർക്കിംഗ് പോലെയാണ് വരുന്നത്. നമ്മുടെ വാട്ടർ ടാപ്പിന്റെ നമ്മളിപ്പോ ഒരു വാട്ടർ ടാപ്പ് എന്ത് ചെയ്യും? നമ്മൾ ഓൺ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നത്? ഇതിപ്പോ നമ്മുടെ ഒരു വാട്ടർ ടാപ്പിന്റെ നോബാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ വാട്ടർ ടാപ്പ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ വാട്ടർ ടാപ്പ് ഇത് നമ്മുടെ ഒരു ഗേറ്റ് പോലെയാണ്. ഓക്കെ. ഇത് ഗേറ്റ് ആണ്. ഈ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ടാങ്ക് ആണ്. ഓക്കെ. നമ്മൾ വാട്ടർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുമല്ലോ. വാട്ടർ ടാങ്ക് ആണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതെന്താ ഡ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ വാട്ടർ പോകുന്ന ഭാഗം ഡ്രെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഗേറ്റ് എപ്പോൾ തുറക്കുന്നുണ്ടോ, ആ നോബ് എപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ടോ ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഈ കണ്ടെയ്നറിൽ നിന്ന് എന്ത് ചെയ്യും? വാട്ടർ ഇങ്ങോട്ട് പോകും. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഈ സോഴ്സ് ലെവൽ വോൾട്ടേജ് സപ്ലൈ ചെയ്തിരിക്കും. നമ്മൾ എപ്പോഴാണോ അവിടെ ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സമയത്ത് എന്ത് ചെയ്തോളും? അവിടെ നമുക്ക് ഡ്രെയിനിൽ കൂടി ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് ആ ഒരു വർക്കിംഗ് അനലോഗി എന്ന് പറയുന്നത് ഇതിന്റെ. ഓക്കെ. അപ്പോൾ അത് ഒന്ന് നോക്കി വെച്ചാൽ മതി. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് മാത്രമേ ഹെഡിങ് പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൽ ജെയ്ഫെറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഗേറ്റിന്റെ സോഴ്സ്, ഡ്രെയിൻ, അതുപോലെ ഗേറ്റ്. ഓക്കെ. അതാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നൊരു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്ഫെറ്റ് ആണ്. ഓക്കെ. മോസ്ഫെറ്റ് മീൻസ് മെറ്റൽ ഓക്സൈഡ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലും നമുക്ക് മോസ്ഫെറ്റ് നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് എന്നും എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് എന്നും രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോസ്ഫെറ്റിൽ നമുക്ക് അവിടെ ഗേറ്റും ഡ്രെയിനും സോഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മോസ്ഫെറ്റിന്റെ ആപ്ലിക്കേഷൻസ് വന്നിട്ട് ഡിജിറ്റൽ IC, മൈക്രോ പ്രോസസ്സേഴ്സ്, മെമ്മറീസ് ഒക്കെ യൂസ് ചെയ്യാൻ നമ്മുടെ റാമിന്റെ ഒക്കെ മേക്കിംഗ് യൂസ് ചെയ്ത മോസ്ഫെറ്റുകളാണ്. അതുപോലെ തന്നെ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. UPS ഇൻവെർട്ടർ സർക്യൂട്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മോസ്ഫെറ്റിന്റെ
ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് മോസ്ഫെറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ് മോസ്ഫെറ്റ്. 2 ടൈപ്പ് ഉണ്ട്, ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് എന്നും എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് എന്നും. ഓക്കെ, അതാണ് ആ ഒരു മോസ്ഫെറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ദെൻ പിന്നെ ഈ കോംപ്ലിമെന്ററി മോസ്ഫെറ്റുകളുണ്ട്. അത് നമ്മുടെ ഈ ഒരു മെമ്മറി സർക്യൂട്ട്സ് ഒക്കെ യൂസ് നമ്മൾ ലോ കൺസെപ്ഷൻ ഡിവൈസസ് ഒക്കെയാണ് ഈ ഒരു കോംപ്ലിമെന്ററി മോസ്ഫെറ്റ് എന്ന് പറയുന്ന കേസ്. ഓക്കെ, പിന്നീട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡയാക്ക് എന്ന് പറയാം. ഓക്കെ, അതായത് ഡയോഡ് ഫോർ ഓൾട്ട്, അതായത് ഇതൊരു ട്രാൻസിസ്റ്റർ അല്ല, ശരിക്കും അത് പി എൻ ജംഗ്ഷൻ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അത് ഇതിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മുടെ ഇതിൽ വരുന്ന ടോപ്പിക് അല്ല, അത് നമ്മുടെ പി എൻ ജംഗ്ഷനിൽ വരുന്നതാണ്. പിന്നെ ട്രാൻസിസ്റ്റർ ഒരു എക്സാമ്പിൾ ആണ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, യു ജെ ടി. ഓക്കെ, യു ജെ ടി അല്ലെങ്കിൽ എന്ത് പറയാം, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. കാരണം ഇതിൽ ഒരു ജംഗ്ഷനേ വരുന്നുള്ളൂ, പക്ഷെ എന്താണ് ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, 2 ബേസ് ടെർമിനൽസ് ഒരു എമിറ്റർ ടെർമിനലാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ വരുന്നത്. ഓക്കെ, 2 ബേസ് ടെർമിനൽ B1 B2 ബേസ് ടെർമിനൽസ് പിന്നെ എന്ത് ചെയ്യുന്നു ഒരു എമിറ്റർ ടെർമിനൽ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് യു ജെ ടി എന്ന് പറയുന്നത്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളൊരു എൻ ടൈപ്പ് ബാർ ആയിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഈ ഒരു ആ, ഏതെങ്കിലും ഒരു ഇപ്പോൾ എൻ ആണെങ്കിൽ ഈ ടെർമിനൽസ് നമ്മൾ എന്ത് ചെയ്യും അവിടെ എൻഗൾഫ് ചെയ്യും. ഓക്കെ, that is two LEDs are taken from the n-type bar and the emitter of the p-type and it is heavily doped. Emitter junction is usually located close to the base B2. Okay, B2 base നിർമ്മിച്ചാണ് അത് വരുന്നത്. അപ്പോൾ യു ജെ ടിയും അത്യാവശ്യം ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ നമ്മുടെ ബി ജെ ടി ട്രാൻസിസ്റ്റേഴ്സ് ആണ്. പിന്നെ മോസ്ഫെറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ബി ജെ ടി ആണ്. അപ്പോൾ യു ജെ ടിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻസ് നമുക്ക് അതിൽ ട്രിഗറിംഗ് സർക്യൂട്ട്, ഓസിലേറ്റർ, ഫേസ് കൺട്രോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊക്കെ സർക്യൂട്ടിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള യു ജെ ടി. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ എഴുതാൻ പറ്റും? ജെയ്ഫെറ്റ് എഴുതാൻ അറിയായിരിക്കും. അതിന്റെ കമ്പോണൻസ് ഒന്ന് എഴുതിയാൽ മതി, സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ്. ഓക്കെ, അത് മൂന്നെണ്ണം ഒന്ന് എഴുതുക. ദെൻ അടുത്ത് വരുന്നത് വെച്ചാൽ ഏതാണ് നമ്മുടെ ഒരു മോസ്ഫെറ്റ് വരുന്നുണ്ട്. ഓക്കെ, കോംപ്ലിമെന്ററി സിമോസ് കോംപ്ലിമെന്ററി മോസ്ഫെറ്റ് അതല്ല, മോസ്ഫെറ്റ് 2 ടൈപ്പ്. അതെന്താണ് എൻഹാൻസ്മെന്റ് മോഡും ഡിപ്ലീഷൻ മോഡും നമുക്കതിൽ വരുന്നുണ്ട് മോസ്ഫെറ്റ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് എന്താണ് ഒരു ട്രാൻസിസ്റ്ററിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾസ് ഫോർ സെമി കണ്ടക്ടർ ഡിവൈസസ് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റേഴ്സ് എഴുതാം, യു ജെ ടി എഴുതാം, മോസ്ഫെറ്റ് എഴുതാം. അല്ലാതെ ഒരുപാട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ഡയാക്ക്, അതൊക്കെ എന്താണ് മോസ്ഫെറ്റിന് എക്സാമ്പിൾസ് ആണ്. അത് സെമി കണ്ടക്ടർ ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഇതാണ് നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ മേജർ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ഫോർ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അത്യാവശ്യം എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ്, ഫെമിലറൈസേഷൻ വിത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ കമ്പൗണ്ട്സിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് സർക്യൂട്ട്സ് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും, ഓരോ സർക്യൂട്ട്സ് എന്താണ് ക്ലാസിഫിക്കേഷൻസ്, അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ നമുക്ക് അടുത്ത് വരുവാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവേഴ്സ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പൗണ്ട്സ് ആണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഓക്കെ, ടൈപ്സ് ഓഫ് കമ്പൗണ്ട്സ്. ടൈപ്സ് ഓഫ് കമ്പൗണ്ട്സ് മീൻസ് നമുക്കറിയാം രണ്ടായി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് കമ്പൗണ്ട്സ് എന്നും പാസീവ് കമ്പൗണ്ട്സ് എന്നും. ഓക്കെ, ആക്റ്റീവ് കമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കതിൽ വോൾട്ടേജ് ആവശ്യമായിട്ട് വരുന്ന കമ്പൗണ്ട്സ് നമ്മൾ ആക്റ്റീവ് കമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. പാസീവ് കമ്പൗണ്ട്സ് മീൻസ് അവിടെ നമ്മൾ എന്തില്ല എക്സ്റ്റേണലി ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ സർക്യൂട്ടിൽ വേവ് ഫോമിന് മോഡിഫിക്കേഷൻ ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന കമ്പൗണ്ട്സ് എന്താണ്, നമുക്ക് ആക്റ്റീവ് കമ്പൗണ്ട്സ് ആണ്. ആംപ്ലിഫിക്കേഷൻ അങ്ങനത്തെ പ്രോസസ് ഒക്കെ. ഇപ്പൊ നമ്മുടെ റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടർ, കപ്പാസിറ്റേഴ്സ് ഒക്കെ എന്താണ് പാസീവ് കമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് പഠിച്ചതാണ് നമ്മുടെ ഈ ഒരു റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ എന്താണ് ഇവിടെ നോക്കി. ഓക്കെ, റെസിസ്റ്റേഴ്സ് എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു. ഓക്കെ, ടൈപ്സ് ഓഫ് കമ്പൗണ്ട്സ് പാസീവ് എന്നും ആക്റ്റീവ് രണ്ട് ക്ലാസിഫിക്കേഷൻ. അതിൽ തന്നെ നമ്മൾ എന്ത് പഠിച്ചു, റെസിസ്റ്റേഴ്സ് എന്താണ് നമ്മളിവിടെ പഠിച്ചു. റെസിസ്റ്റേഴ്സ് എന്താണ്, നമുക്കൊരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചതിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. അതായത് അതിൽ നമുക്ക് വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്, കാർബൺ റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ നമുക്ക് അതിൽ വരുന്നുണ്ട്. പിന്നെ അതിൽ ഓരോ റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യുക, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. then അതിൽ തന്നെ നമുക്ക് ഈ ഒരു വേരിയബിൾ റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചു. ഓക്കെ, വേരിയബിൾ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് വേരിയബിൾ റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് പൊട്ടൻഷ്യൽ പോർട്സിനെ കുറിച്ച് നമ്മളിവിടെ നോക്കിയിരുന്നു.
അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ പറ്റും. വോൾട്ടേജ് നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ റിയോസ്റ്റാറ്റ് ഇത് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കി നമ്മുടെ ഈ ഒരു റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡിംഗ് ആണ്. ഓക്കെ. ആ കളർ കോഡിങ്ങിന്റെ കോഡ് ബിബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാവ് വെരി ഗുഡ് വൈറ്റ് വൈറ്റ്. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഓരോന്നിന്റെയും കളർ കോഡിംഗ് കറക്റ്റായിട്ട് എന്തായാലും നിങ്ങൾക്ക് എക്സാമിനേഷന് കളർ കോഡിംഗ് ഡിറ്റർമൈൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ. അതില് ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എന്തായാലും ഒരു കളർ കോഡിംഗ് അവിടെ നമുക്ക് ചോദിക്കേണ്ട എല്ലാ പോസിബിലിറ്റീസും അതില് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കളർ കോഡിംഗ് നോക്കാൻ അറിഞ്ഞിരിക്കുക. ടോളറൻസ് വാല്യൂ, കളർ കോഡിംഗ് ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നോക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ കളർ ബാൻഡ്സിനെ കുറിച്ച് നോക്കണം. then അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കിതില് ചെക്കിംഗ് വിത്ത് ഇത് നമ്മള് ആ ഒരു നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ഓമീറ്റർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ. എത്രയാണ് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന്. പിന്നെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് നമുക്കതില് ഇൻഡക്ടർ നിങ്ങളുടെ ഇതില് പറയുന്നില്ല. നമുക്ക് ഇൻഡക്ടറിൽ വരുന്നില്ല കേട്ടോ. അടുത്ത് വരുന്ന ഏത് ടോപ്പിക്കാണ്? നമ്മുടെ കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാ. ഓക്കെ. കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അത് നമുക്ക് വരുന്നുണ്ട്. അപ്പോ എന്താണ് കപ്പാസിറ്റേഴ്സ് എന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കുക. കപ്പാസിറ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസ്, കപ്പാസിറ്റൻസ് എന്താണ്? ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് എന്താണ്? അതൊക്കെ നമ്മളവിടെ നോക്കണം. ഓക്കെ. ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റർ തന്നെ നമ്മൾ കോഡിംഗ് പഠിച്ചു. ഓക്കെ. അത് നമ്മുടെ കളർ കോഡിംഗ്, നമ്പർ കോഡിംഗ് ഒക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അത് എത്ര വാല്യൂവിന്റെ കപ്പാസിറ്റർ ആണെന്ന് നമ്മൾ അറിയണം. അത് മൈക്രോ ഫാരഡ് റേഞ്ചിൽ എഴുതാനും എന്ത് ചെയ്യണം? അവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ കപ്പാസിറ്റേഴ്സും ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, മൈക്ക കപ്പാസിറ്റേഴ്സ് ഉണ്ട്, സെറാമിക് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററിന്റെ വ്യത്യാസം അറിയാമായിരിക്കുമല്ലോ. അതിനെന്തുണ്ട്? പൊളാരിറ്റീസ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് ഉണ്ട്. റിവേഴ്സ് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും? അത് ബേസ്റ്റ് ആവും. ഓക്കെ. ബേൺ ആവേണ്ട ചാൻസസ് കൂടുതലാണ് നമ്മുടെ കപ്പാസിറ്റേഴ്സിന്. ഓക്കെ. പിന്നെ വരുന്നത് വേരിയബിൾ കപ്പാസിറ്റേഴ്സ്. അതിൽ ഗ്യാങ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, സിംഗിൾ ഗ്യാങ് ഉണ്ട്, മൾട്ടി ഗ്യാങ് വരുന്ന കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വേരിയബിൾ കപ്പാസിറ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കാം. പിന്നെ ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് വരുന്നു, മൈക്ക കപ്പാസിറ്റേഴ്സ്, ഇങ്ങനെ പല ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേരിയബിൾ കപ്പാസിറ്റേഴ്സിലും അവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ പിന്നീട് നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ. അപ്പോൾ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് വരുന്നു. 2 ക്ലാസിഫിക്കേഷൻ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും രണ്ടായാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മീൻസ് എന്തായിരിക്കും? എക്സ്ട്രിൻസിക് ഇംപ്യൂർ സെമി കണ്ടക്ടേഴ്സ് ആണ് എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഡയോഡ് ഫാബ്രിക്കേഷനും ട്രാൻസ്ഫർ ഫാബ്രിക്കേഷനും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇൻട്രിൻസിക് മീൻസ് പ്യുവർ ആയിരിക്കും. പ്യുവർ സ്റ്റേറ്റ് വരുമ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. സോ അതിനവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ. കണ്ടക്ടിവിറ്റി കൊടുക്കാൻ പറ്റില്ല. ഹയർ ടെമ്പറേച്ചറിൽ മാത്രമേ അതവിടെ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ നോർമലി കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് നമ്മളവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എക്സ്റ്റേണൽ എലമെന്റ്സ് അവിടെ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ഡോപ്പിംഗ് എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത്. ആൻഡ് അവിടെ ആഡ് ചെയ്യുന്ന മെറ്റീരിയലിനെ വിളിക്കുന്ന പേര് ഡോപ്പന്റ് എന്നുമാണ്. ഓക്കെ. ഡോപ്പന്റ് ആണ് നമ്മളവിടെ ആഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിനെ പറയുന്ന പേര്. ഓക്കെ. അങ്ങനെ നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ആ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ചെയ്യുന്നതോടുകൂടി നമുക്ക് 2 ടെർമിനൽസ് വരുവാണ്. ടെർമിനൽസ് അല്ല, 2 മെറ്റീരിയൽസ് കിട്ടുവാണ്. പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയൽസും. ഓക്കെ. അപ്പോൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയും വരുന്നു. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് എൻ ടൈപ്പും, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് പി ടൈപ്പും ആണ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. പെന്റാവാലന്റ് ആണെങ്കിൽ ആർസനിക്, ഫോസ്ഫറസ്, ബിസ്മത്ത്, ആന്റിമണി. ഓക്കെ. ഇനി പി ടൈപ്പ് ആണെങ്കിലോ അവിടെ ബോറോൺ വരുന്നുണ്ട്, ഗാലിയം, ഇൻഡിയം, അലുമിനിയം. ഇതാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചുകൂടെ കറക്റ്റ് അറിഞ്ഞിരിക്കുക. ആ ഒരു ബോണ്ടിങ് സ്റ്റേറ്റ് എങ്ങനെയാണ് വരുന്നത്, അത് ബോണ്ടിങ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പി ടൈപ്പ് മെറ്റീരിയൽസിനെ കുറിച്ചും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത്. ദെൻ ഇതിൽ തന്നെ പിന്നെ ഇനി മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്, മൈനോറിറ്റി കാരിയേഴ്സ് ആരാണ് നമ്മളിവിടെ നോക്കണം. ഓക്കെ. ദെൻ പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? പ്രോപ്പർട്ടീസ് ആണ്. സെമി കണ്ടക്ടർ ഡയോഡ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പി ടൈപ്പും എൻ ടൈപ്പും ആഡ് ചെയ്തുകൊണ്ട് ഒരു ഡയോഡ് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഫോർമേഷൻ ഓഫ് എ പി എൻ ജംഗ്ഷൻ. പിന്നെ എല്ലാ റീകോമ്പിനേഷൻ ചെയ്യുന്ന കേസും അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ. പിന്നെ അവിടെ ഡിപ്ലേഷൻ ലെയർ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ള വോൾട്ടേജ്, അതായത് 0.7 വോൾട്ട് ആണ് നമ്മുടെ ജെർമേനിയത്തിന്. പി എൻ ജംഗ്ഷനിൽ നമുക്ക് ആ ഒരു സോറി സിലിക്കണ്. ജെർമേനിയം ആണെങ്കിൽ എത്രയായിരിക്കും? ജെർമേനിയം ആണെങ്കിൽ അത് 0.3 വോൾട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോർമേഷൻ ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഡയോഡിന്റെ സിമ്പൽ. അപ്പോൾ സിമ്പൽ വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മളൊരു ആക്ടിവിറ്റിയോടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് നിങ്ങളുടെ സിലബസിൽ വരുന്ന ആക്ടിവിറ്റി അല്ല. എന്നാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്ന ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ. അപ്പോൾ അത് നോക്കുക. ഇനി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അവിടെ ഫോർവേഡ് ബയാസിംഗ് പഠിച്ചു, റിവേഴ്സ് ബയാസിംഗ് പഠിച്ചു. ഓക്കെ. ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് 2 ബയാസിംഗ് സ്റ്റേറ്റ് ആണ് നമുക്ക് അതിൽ വരുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിംഗിൽ സർക്യൂട്ട് ഒരു എന്തായിരിക്കും? റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഐഡിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ്, അതായത് സീറോ റെസിസ്റ്റൻസ് ആണ് ഫോർവേഡ് ബയാസിംഗിൽ പറയേണ്ടത്. അപ്പോൾ ഗുഡ് കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യണം.
റിവേഴ്സ് ബയാസിങ്ങിലോ വന്നിട്ട് എങ്ങനെയായിരിക്കും? റിവേഴ്സ് ബയാസിങ് സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യത്തില്ല? കറന്റ് കണ്ടക്ഷൻ നടക്കില്ല. കംപ്ലീറ്റ്ലി എന്തായിരിക്കും? ഒരു ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ആയിരിക്കും. റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ. അതാണ് റിവേഴ്സ് ബയാസിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സും റിവേഴ്സ് ബയാസിങ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് നമ്മളവിടെ നോക്കി വെച്ചിരിക്കുക. അതിന്റെ കർവ് വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് നോക്കിയിരുന്നു ഫോർവേഡിന്റെയും റിവേഴ്സിന്റെയും. ഓക്കെ. ദെൻ അടുത്തതായിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് നമുക്ക് ബ്രേക്ക് ഡൗൺ മെക്കാനിസമാണ് വരുന്നുണ്ട്. സ്റ്റെയർ ബ്രേക്ക് ഡൗണും അവലാഞ്ചി ബ്രേക്ക് ഡൗണും. ഓക്കെ. അത് നമുക്ക് ബ്രേക്ക് ഡൗൺ മെക്കാനിസത്തെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെയർ ഡയോഡ്സിനെ കുറിച്ചും പഠിക്കാനായിട്ട് വരുന്നില്ല ആ ടോപ്പിക്സ്. ഓക്കെ. ദെൻ അടുത്തതായിട്ട് വരുന്നത് നമ്മൾ ഡയോഡ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു മൾട്ടിമീറ്ററിൽ നമ്മൾ ഏത് ഇതാണ് സെലക്ട് ആണ് ഇടേണ്ടത്? ഓമീറ്റർ റേഞ്ച് ആണ്. അപ്പോൾ ഓമീറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഡയോഡ് ചെക്ക് ചെയ്യുന്നത്? ഓക്കെ. അത് വർക്കിംഗ് ആണോ അല്ലയോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് നമ്മൾ 3 കേസ് പറഞ്ഞു. ഇപ്പോ 2 സൈഡിലും ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓക്കെ ബോത്ത് വേയിലും കണക്ട് ചെയ്യുന്ന സമയത്ത് ലോ റെസിസ്റ്റൻസ് നമുക്ക് എന്തായിരിക്കും? അത് വർക്കിംഗ് സ്റ്റേറ്റ് ആയിരിക്കില്ല. അപ്പോൾ കറക്റ്റ് വർക്കിംഗ് സ്റ്റേറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം? ലോ റെസിസ്റ്റൻസ് ഇൻ ദ വൺ ഡയറക്ഷൻ ആൻഡ് ഹൈ റെസിസ്റ്റൻസ് ഇൻ ദ അതർ. ഓക്കെ. അപ്പോൾ ലോ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് 2 ക്ലാസിഫിക്കേഷൻ വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ? ഡയോഡ് വർക്കിംഗ് പ്രോപ്പർലി എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെ ഡയോഡ് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റേഴ്സിലോട്ട് വന്നു. കോമ്പിനേഷൻ ഓഫ് പി-എൻ ജംഗ്ഷൻസ് ആണ് ട്രാൻസിസ്റ്റേഴ്സ്. നമുക്കിവിടെ ബിജെടി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബിജെടി ട്രാൻസിസ്റ്റേഴ്സ് വരുന്നു. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ബിജെടി ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ എൻ-പി-എൻ ഉണ്ട്, പി-എൻ-പി ഉണ്ട്. പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത് ബയാസിങ്ങും അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്സുകൾ നോക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ. താങ്ക് യു.